പുതുതായി കൂടുതൽ പേർ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യം അമേരിക്കയെ മറികടന്ന് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഇന്നലെ കേരളത്തിൽ 2508 പേർക്കാണ് രോഗബാധയുണ്ടായത്. മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ ആഴ്ചയിലുണ്ടായതിനേക്കാൾ കൂടുതൽ രോഗികൾ ഈ ആഴ്ചയുണ്ടായി. അപ്പോൾ പതുക്കെ എണ്ണം വർദ്ധിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഇന്നലെ പറഞ്ഞതാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ ശക്തമായ രീതിയിലുള്ള കോവിഡിൻ്റെ രണ്ടാം തരംഗമുണ്ടായി. അപ്പോൾ അത് ഒരു മുന്നറിയിപ്പായിട്ട് വേണം നാം എടുക്കൽ. ഇപ്പം ജനിതക വ്യതിയാനമുള്ള വൈറസുകളുടെ സാന്നിധ്യം മഹാരാഷ്ട്ര, പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിൽ രണ്ടാം തരംഗത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള പ്രശ്നം, അത്തരം കാര്യങ്ങൾ ഇവിടെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയാണെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ തിരക്ക് നല്ലതുപോലെ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സാധാരണഗതിയിലുള്ള ജാഗ്രത, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കൽ, അത് വളരെ കൃത്യമായി പാലിക്കുക എന്നത് സ്വയം ഒരു ശീലമാക്കി മാറ്റണം. സ്വയം വളണ്ടിയർമാരായി എല്ലാവരും മാറുന്ന അവസ്ഥ വേണം. നാം കാണിച്ച ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് കോവിഡ് വ്യാപനം വല്ലാതെ ഇല്ലാതിരിക്കുന്നതിന് ഇടയായത്. ഇപ്പോൾ കോവിഡ് ബാധിക്കാത്തവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന നിലയുണ്ടായത് തന്നെ നമ്മുടെ പ്രതിരോധം ഫലപ്രദമായതുകൊണ്ടാണ്. പക്ഷെ ആ ജാഗ്രതയിൽ ഇളവ് വരാൻ പാടില്ല. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വാക്സിനേഷൻ്റെ കാര്യമാണ്. വാക്സിനേഷൻ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാവണം. ഇപ്പോൾ ഏപ്രിൽ 1 മുതൽ 45 വയസ്സിന് മുകളിലുള്ളവർക്കും വാക്സിൻ നൽകാൻ അനുമതിയായിട്ടുണ്ട്. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ നൽകാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അതോടെ വാക്സിനേഷൻ്റെ വേഗം ഇനിയും വർദ്ധിക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, അതേപോലെ വിവിധ ആഘോഷങ്ങൾ, വിശേഷ ദിവസങ്ങൾ, ഇങ്ങനെ പലതുമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത് കാരണം കോവിഡിനെ ജാഗ്രതയോടെ സമീപിക്കുന്ന കാര്യത്തിൽ അളവ് വരരുത്. കോവിഡ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന ധാരണയോടെ നല്ല ജാഗ്രത പാലിക്കുകയും കോവിഡ് മാനദണ്ഡങ്ങൾ തുറന്നു കൊണ്ടുപോവുകയും വേണം. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അടക്കം കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിൽ UDFൻ്റെയും BJPയുടെയും നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് BJP
നേതാക്കൾ കേരളത്തെക്കുറിച്ച് ഒരു വ്യാജമായ ചിത്രം സൃഷ്ടിക്കാനാകുമോ എന്നാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് BJPയും സ്വീകരിക്കുന്ന നില. അതിൻ്റെ ഭാഗമായി കാണാൻ കഴിയുന്നൊരു വസ്തുത, ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ ഉറപ്പായി തങ്ങൾ ജയിക്കും എന്ന് പറയാൻ BJPക്ക് കേരളത്തിലൊരു സീറ്റില്ല. ഇവിടെ സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം എടുക്കുമ്പോഴാണ് BJPക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞത്. നിയമത്തിൻ്റെ കാര്യം എല്ലാവർക്കും ഇപ്പം ബോധ്യമുള്ളത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കോൺഗ്രസും UDFും സഹായിച്ചുകൊണ്ടാണ് BJPക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങാനായത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ അക്കൗണ്ട് തുടങ്ങിയ സ്ഥലത്ത് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നില. അത് ഈ തെരഞ്ഞെടുപ്പിൽ LDF ക്ലോസ് ചെയ്യും. സംഭവിക്കാൻ പോകുന്നത് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നേരത്തെ BJPക്ക് ഉണ്ടായിരുന്ന വോട്ട് പോലും ഇത്തവണ ഉണ്ടാകില്ല എന്നതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയടക്കം ക്യാമ്പയിന് വന്നെങ്കിലും ഇതാണ് BJP നേരിടാൻ പോകുന്ന അവസ്ഥ എന്നത് അവരുടെ നേതൃത്വം, പ്രത്യേകിച്ച് ഇവിടെ വന്ന് പല കാര്യങ്ങളും പറഞ്ഞു പോകുന്ന അവരുടെ അഖിലേന്ത്യാ നേതൃത്വം മനസ്സിലാക്കുന്നത് നല്ലതാണ്. BJPക്ക് വളരാവുന്ന ഒരു മണ്ണല്ല കേരളത്തിൻ്റേത്. അതിന് കാരണം മതനിരപേക്ഷത തന്നെയാണ്. മതനിരപേക്ഷതയുടെ ശക്തിദുർഗമായാണ് കേരളം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നാടിനെ വർഗീയമായി ചേരിതിരിക്കാനും മതാന്ധതയിലേക്ക് തള്ളിവിടാനും RSS നടത്തിയ നീക്കം ഒരു ഘട്ടത്തിലും ഇവിടെ വിജയിപ്പിക്കാനായിട്ടില്ല. അതിനെതിരെ നിതാന്ത ജാഗ്രത കേരളത്തിൽ പൊതുവിൽ മതനിരപേക്ഷ ശക്തികൾ പാലിച്ചിട്ടുണ്ട്. അതിൻ്റെ മുൻപന്തിയിൽ ഇടതുപക്ഷം നിന്നിട്ടുമുണ്ട്. ഇടതുപക്ഷം തീർക്കുന്ന ശക്തമായ പ്രതിരോധത്തിൻ്റെ ഭാഗമായാണ് RSSനും BJPക്കും തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇവിടെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാതെ വന്നത്. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തെ അനുഭവം, അതിൽ ഒട്ടേറെ ദുരന്തങ്ങൾ ഒരു സംസ്ഥാനമെന്ന നിലക്ക് കേരളത്തിന് അനുഭവിക്കേണ്ടി വന്നു. അതിനെ നേരിടുകയും അതിജീവിക്കുകയും ചെയ്യാനുള്ള ശ്രമം ജനങ്ങളുടെ ഒരുമയോടെയും ഐക്യത്തോടെയുമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾ, സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്വീകരിച്ച നടപടികൾ
ഈ കാര്യങ്ങളിലൊക്കെ സാധാരണഗതിയിൽ സംസ്ഥാനത്തോടൊപ്പം നിൽക്കാനും സംസ്ഥാനത്തെ സഹായിക്കാനും ബാധ്യതയുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിന്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവം എടുത്താൽ ഈ ഓരോ ഘട്ടത്തിലും വലിയ തോതിൽ തുരങ്കം വെക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്ന് കാണാൻ കഴിയും. അപ്പം അങ്ങനെ തുരങ്കം വെക്കാൻ ശ്രമിച്ചവർ ഇവിടെ വന്ന് ഒരു വികസന പ്രസംഗം നടത്തിയാൽ അത് ജനങ്ങളെ പരിഹസിക്കലായിട്ട് മാത്രമേ വരൂ. ജനങ്ങളിതെല്ലാം തിരിച്ചറിയുന്നുണ്ട് എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മുടെ കേരളത്തിന് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത രാജ്യത്ത് തന്നെ വേറിട്ടൊരു സംസ്ഥാനമായിട്ടാണ് കേരളം നിൽക്കുന്നത്. ഇതിന് ഇടയാക്കിയിട്ടുള്ളത് വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വർഗീയത കേരളത്തെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശക്തമായ പ്രതിരോധം തീർക്കുകയും വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയുമാണ് കേരളം ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരമൊരു സംസ്ഥാനത്തെ ഒരു പാഠം പഠിപ്പിക്കാം, അതിൻ്റെ ഭാഗമായി ശിക്ഷിക്കാം, അതിനുള്ള ശ്രമമാണ് സംഘപരിവാർ എല്ലാ കാലവും നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ആരും മറന്നിട്ടുണ്ടാവില്ല. സോമാലിയോടായിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ വിശേഷിപ്പിച്ചത്. ആ രീതിയിൽ കേരളത്തെ ഇകഴ്ത്തി കാണിക്കാൻ വല്ലാത്തൊരു താല്പര്യം സംഘപരിവാർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. ഇവിടെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമാണ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ അതിൻ്റെ ചില അനുഭവങ്ങൾ നമ്മളിപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ വന്ന് കേരളത്തെ വല്ലാതെ സഹായിക്കാനും വികസിപ്പിക്കാനുമൊക്കെ വലിയ താല്പര്യത്തോടെ സംസാരിക്കുമ്പോൾ പഴയ ചില കാര്യങ്ങൾ ഓർക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതൊന്നും വലിയ തോതിൽ നമ്മൾ പറഞ്ഞു നടന്നിട്ടില്ല. ഇപ്പം സാധാരണ നിലക്ക് കേന്ദ്ര സേനകൾ നമ്മെ സഹായിക്കാനെത്തുന്നു. എന്നാൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന് തിരികെ പോയി കഴിഞ്ഞാൽ ബില്ല് പിറകെ വരുന്ന അനുഭവം അത് നമുക്കുണ്ടായതാണ്. ഇവിടെ നമ്മുടെ സ്വന്തം സേന, മത്സ്യത്തൊഴിലാളികൾ എത്ര ത്യാഗനിർഭരമായാണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടത്. അവരാരെങ്കിലും ഒരു ചില്ലിക്കാശ് ചോദിച്ചോ? അതേപോലെ തന്നെ പ്രളയത്തിൽ മുങ്ങുന്നു. കേരളത്തിലെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, അരി
കേന്ദ്ര സഹായമായി ആ ഘട്ടത്തിൽ വേണമെന്ന് പറഞ്ഞു നൽകി. അത് കേന്ദ്രം നൽകിയില്ലേ എന്നായിരുന്നു ചിലരൊക്കെ ആവേശപൂർവം പിന്നീട് അവകാശപ്പെട്ടത്. പക്ഷേ പിന്നീട് കണ്ടത് ആ അരി തന്നതിന് അതിൻ്റെ കണക്ക് അണവൈ പറഞ്ഞ് വാങ്ങുന്ന നിലയാണ് നമ്മുടെ അനുഭവം. കേരളത്തിൽ ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ടായല്ലോ, ഭക്ഷണം നൽകിയല്ലോ, എവിടെയെങ്കിലും അതിന് കാശ് ചോദിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതിൽ കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിന് സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന രാജ്യങ്ങൾ അവരെ അനുവദിക്കാതിരുന്ന അവസ്ഥ. അപ്പോൾ ഇപ്പോൾ വന്ന് കേരളത്തോട് അമിതമായ താല്പര്യം കാണിക്കുമ്പോൾ അതിൽ നേരത്തെയുള്ള അനുഭവം ജനങ്ങൾ സ്വാഭാവികമായി ഓർത്തു പോകും. സഹായം ചോദിക്കുന്നതിന് പോലും വിലക്കേർപ്പെടുത്തുകയാണ് ചെയ്തത്. സഹായിക്കാൻ തയ്യാറായവരെ പോലും വിലക്കുകയാണ് ചെയ്തത്. ഇതിന് നേരത്തെ അത്തരം സഹായങ്ങൾ സ്വീകരിക്കുന്നതിന് ഒരു വിഷമവും ഉണ്ടായിട്ടുമില്ല, ഗുജറാത്തിലടക്കം. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെയുള്ളവർ വന്ന് ഇവിടെ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകളത് തിരിച്ചറിയും എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. ഇവിടെ കോൺഗ്രസും BJPയും ഒരു ഇരട്ട സഹോദരങ്ങളായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് അകമ്പടി സേവിക്കുന്നതും UDF ആണ്. എല്ലാ തലത്തിലും ആ ബന്ധം കാണാൻ കഴിയും. ജനങ്ങൾ വിശ്വസിച്ച് അധികാരത്തിലേറ്റിയ എത്ര സംസ്ഥാന സർക്കാരുകളെയാണ് കോൺഗ്രസ് BJPക്ക് സമ്മാനിച്ചത്? അങ്ങനെ വെള്ളിത്തളികയിലാക്കി BJPക്ക് കാഴ്ചവെക്കാനുള്ള പണ്ടമായി ഈ കേരളത്തെ മാറ്റാം എന്ന് കോൺഗ്രസ് വ്യാമോഹിക്കരുത്. അത്തരം ദുർമോഹങ്ങൾക്കുള്ള ഉചിതമായ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിക്കും. വാഗ്ദാന ലംഘനങ്ങളുടെ അപ്പോസ്തലർ, വർഗീയതയുടെ ഉപാസകർ, ഇവരെയെല്ലാം പടിക്ക് പുറത്ത് നിർത്താൻ അറിയാവുന്ന നാടാണിത്. കോൺഗ്രസും BJPയും തമ്മിലുള്ള ഭായി ഭായി കളി കേരളത്തിലെ ആബാലവൃദ്ധ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. LDF സർക്കാർ എന്തൊക്കെയാണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് നാടിനും നാട്ടുകാർക്കും നല്ല ബോധ്യവുമുണ്ട്. വേറിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. അത് ജനങ്ങളുടെ ആകെ ബോധ്യവുമാണ്. ആ ബോധ്യത്തിൽ നിന്നാണ് പലതരത്തിലുള്ള സർവേയുടെ റിപ്പോർട്ടുകളും വരുന്നത്. ആ ബോധ്യം കൊണ്ടാണ് LDF സർക്കാർ വീണ്ടും വരണം എന്ന ആഗ്രഹം കേരളത്തിൻ്റെ ഒരു പൊതുവികാരമായി മാറുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. അത് നേരത്തെ അദ്ദേഹം വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് പിന്നെ ഓർക്കുന്നത് ഇപ്പോഴായിരിക്കും. അതുകൊണ്ട് ശരണമെന്ന് വിളിച്ചായിരിക്കും.
അത് ഓർത്തുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ധാരണയിൽ ശരണം വിളിച്ചതായിരിക്കാനാണ് സാധ്യത. അത് പറയാം, നാളെയല്ലേ അത് പറയാം. അദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ചിലപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് നമ്മൾ ധരിച്ചാലും ഈ തികച്ചും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആവർത്തിക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്നൊരു കാര്യമല്ലല്ലോ. ഇവിടെ വൈദ്യുതി മേഖലയിൽ ഈ പറയുന്ന സ്വകാര്യവൽക്കരണ നടപടികൾ ആരാ സ്വീകരിച്ചത്? ആരാ തുടക്കം കുറിച്ചത്? അത് കോൺഗ്രസ് ആണല്ലോ തുടങ്ങുന്നത്. കോൺഗ്രസ് തുടങ്ങിയത് BJP തീവ്രമാക്കിയിട്ടുണ്ടാവും. രണ്ടു കൂട്ടർക്കും ഒരേ നയമാണ്. വൈദ്യുതി രംഗത്തും രണ്ടാൾക്കും വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഒരേ നയത്തിൽ മുന്നോട്ട് പോവുകയാണ്. കേരള ഗവൺമെൻറ് ചെയ്തത് എന്താ? കേരളത്തിന് ആവശ്യമായ വൈദ്യുതി ഇവിടെയുള്ളത് കഴിച്ച് ബാക്കി ആവശ്യമുണ്ട്. അതിൽ നമ്മുടെ ജലവൈദ്യുതി കഴിച്ചാൽ പിന്നെ കുറച്ച് തെർമൽ പവർ നമുക്കുണ്ടായിരുന്നു. ആ തെർമൽ പവറിൻ്റെ അവസ്ഥ നോക്കിയപ്പോൾ അതിന് വല്ലാതെ വില കൂടുതലായി. ഇപ്പം NTPCയുടെ കായംകുളത്തു നിന്നുള്ള വൈദ്യുതി അത് വാങ്ങേണ്ടെന്ന് ആദ്യം തീരുമാനിക്കുന്നത് UDF സർക്കാരിൻ്റെ കാലത്താണ്. അത് വില കൂടിയതാണ് കാരണം, വല്ലാത്ത വിലയാണത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വന്നപ്പോൾ ഈ പൊതു മാർക്കറ്റിൽ വൈദ്യുതി ലഭ്യമാകുന്ന അവസ്ഥ വന്നു. അങ്ങനെ UDF സർക്കാർ തന്നെ പൊതു മാർക്കറ്റിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിട്ടുണ്ട്. ആ വൈദ്യുതിയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ സംഭവിച്ചത് സോളാർ എനർജി കോർപ്പറേഷൻ അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതുമേഖല സ്ഥാപനമാണ്. ആ സ്ഥാപനവുമായാണ് വൈദ്യുതി ബോർഡ് കരാർ ഒപ്പുവെച്ചത്. ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും വൈദ്യുതി ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ ആ കണക്കുകൾ മുഴുവനില്ല. നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ വില, കുറഞ്ഞ വിലയല്ല എന്ന് പറയുന്നതിന് അതിനുള്ള മറുപടി, പിന്നെ ഇതിൻ്റെ തന്നെ മറ്റ് നമ്മളിവിടെ ഈടാക്കുന്ന വില എത്രയാണ് എന്ന കാര്യങ്ങൾ, ഇതെല്ലാ വിശദാംശങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ സോളാർ എനർജി കോർപ്പറേഷനുമായി വൈദ്യുതി ബോർഡ് കരാറ് വെച്ച് അവരാണ് വൈദ്യുതി ബോർഡിന് വൈദ്യുതി നൽകുന്നത്. അവർ പല ആളുകൾക്ക് ഇന്ന് വാങ്ങുന്നുണ്ടാവും. അത് അവരുടെ കാര്യമാണ്, വൈദ്യുതി ബോർഡിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ വൈദ്യുതി ബോർഡ് ചെയർമാൻ വ്യക്തമാക്കിയ കാര്യം അദാനിയുമായി ഒരു തരത്തിലുള്ള കരാറും ഒപ്പുവെച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അതാണ് വസ്തുത എന്നത്. പുറത്തു വന്നിട്ടും താൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, പച്ച നുണ എന്ന് കുറച്ച് മയത്ത് പറയുക. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്നതാണോ? അതേ അദ്ദേഹം ആലോചിക്കേണ്ടതായിട്ടുള്ളൂ. അതെ, അതല്ലേ നമ്മൾ കണ്ടത് നേമത്ത്. അതല്ലേ BJP നേതാവ് തലശ്ശേരിയിൽ ഷംസീർ തോക്കണമെന്നും മറ്റേ ഗുരുവായൂർ ലീഗ് നേതാവ് ജയിക്കണമെന്നും പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ അത് സമൂഹത്തിന് മുന്നിൽ പറയാൻ മടി. നേരത്തെ നേമത്തെ കാര്യം പറയാൻ തയ്യാറായില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും സമ്മതിച്ചില്ലേ? അന്നത്തെ ജയിച്ച സ്ഥാനാർത്ഥിയും പറഞ്ഞു, തോറ്റ സ്ഥാനാർത്ഥിയും പറഞ്ഞു എന്താണ് നടന്നത്. ഇപ്പം ഉമ്മൻചാണ്ടിക്ക് അത് നിഷേധിക്കാൻ പറ്റും.
ഈ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള അവിശുദ്ധ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് മറച്ചു വെക്കണം. അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി LDFനെതിരെ ആരോപണം ഉന്നയിക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. LDFിൻ്റെ പവിത്രത, ഈ വർഗീയതയ്ക്കെതിരെ സ്വീകരിക്കുന്ന ഉറച്ച നിലപാട്, അത് കേരളത്തിൽ ആരെയെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ഈ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് കൂടെ നടക്കുന്ന അനുയായിക്ക് പോലും ബോധ്യമുള്ള കാര്യമല്ലേ അത്? ആരും സമ്മതിക്കുന്ന കാര്യമില്ല, ഏത് വലതുപക്ഷക്കാരനും സമ്മതിക്കുന്ന കാര്യമല്ലേ? ഇപ്പോൾ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയാമെന്നൊരവസ്ഥ വന്നാൽ അതൊന്നും ജനങ്ങൾ മുഖവിലക്കെടുക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. വൈദ്യുതി ബോർഡ് ചെയർമാൻ ഒപ്പുവെച്ച വൈദ്യുതി ബോർഡ് ചെയർമാൻ്റെ പ്രസ്താവനയിൽ നിന്നുണ്ട്. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഈ സോളാർ എനർജി കോർപ്പറേഷനുമായിട്ടാണ് കരാറുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതാണല്ലോ ഈ പറഞ്ഞത്. ഈ സോളാർ എനർജി കോർപ്പറേഷനുമായിട്ട് കരാറുണ്ട് എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, വൈദ്യുതി ബോർഡ് തന്നെ പറയുന്നുണ്ടല്ലോ. പിന്നെ ഏത് കരാറാണ് അദ്ദേഹം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് പുറത്തു വിടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട കാര്യമുള്ളൂ. അത് പുറത്തു വിട്ടാൽ പോരെ, അന്നേരം വൈദ്യുതി ബോർഡിന് പറയാൻ പറ്റുമല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ, ഇങ്ങനെയുള്ള ഒരുപാട് നുണകൾ വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു ആയുസില്ല, കുറച്ച് സമയത്തെ ആയുസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അല്ല, വെൽഫെയർ പാർട്ടി മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഇവരോടൊപ്പം സഹായത്തിന് അവരുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് നേരത്തെ തന്നെ വ്യക്തമാണ്. അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയെ കൂടെ നിർത്താൻ വേണ്ടി നേരത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കുന്ന ചില സംഘടനകൾ പോലും എതിർത്തിട്ടും ഇവർ വല്ലാതെ വാശി പിടിച്ചത്. ആ നില ഇപ്പോഴും തുടരുകയാണ്. വെൽഫെയർ പാർട്ടിയെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തുക എന്നതാണ് അവർ കാണുന്നത്. അത് കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. അത് അവരുടെ കാര്യമാണല്ലോ. അവർ രാഹുൽ ഗാന്ധിയെ വടക്കേ ഇന്ത്യയിൽ വലിയ വിമർശനം നേരിടേണ്ടി വന്നല്ലോ ഇങ്ങോട്ട് വന്നപ്പോൾ. അതിൻ്റെ ഭാഗമായി ഈ പറയുന്നൊരു പ്രത്യേക നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമാണോ എന്നറിയില്ല. അത് അവർ തമ്മിൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഏതായാലും എല്ലാ മേഖലയിലും അത് റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ലീഗുകാർ പരിശോധിക്കട്ടെ, അത്രയേ ഉള്ളൂ. ചുരുട്ടിക്കൂട്ടിയ ഇതിങ്ങനെ കാണുന്നുണ്ടല്ലോ. സാധാരണ പോകുമ്പോൾ കൊടിയിങ്ങനെ പിടിക്കുകയല്ലേ ചെയ്യുക. ഈ ചിത്രം വന്നല്ലോ, ചിത്രത്തിൽ ഈ ഇതിങ്ങനെ ചുരുട്ടിക്കൂട്ടിയിരിക്കുകയാണ്. ആ ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുകയല്ലേ, അതടക്കല്ലേ വന്ന്. പിന്നെ പരാതി കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? നാട്ടുകാരെല്ലാം കണ്ടില്ലേ. പിന്നെ ഒരു ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി പരാതി ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. പരാതി പക്ഷേ വസ്തുതാപരമല്ല, ഇത് കണ്ടില്ലേ ആളുകൾ. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണല്ലോ ഇതിൻ്റെ പ്രധാന ചാമ്പ്യനായിട്ട് നടക്കുന്നത്. അത് ഞങ്ങൾ UDFനെ വിജയിപ്പിക്കുമെന്ന വാശിയിൽ പലയിടത്തും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരാണല്ലോ. എന്നാൽ ലീഗ് അണികൾ, ലീഗിനോടൊപ്പം നിൽക്കുന്നവർ, അങ്ങനെയുള്ള പലരും ഇപ്പോൾ അതേ വികാരത്തിലല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത്. അതും എടുത്ത് വല്ലാതെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊന്നും എടുത്തിട്ട് റെഡി ഏശാൻ പോകുന്ന കാര്യമല്ല. അത് ആളുകൾ പലതും വിളിക്കും. അത് അവർക്ക് താല്പര്യം വരുമ്പം പല കാര്യങ്ങളും വിളിച്ചു വന്ന് വരും. അതൊന്നും എടുത്തിട്ട് ഒരാശയക്കുഴപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. അതങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നാളെ കാണാം. ശരി.